ഹാർട്ടി ആൻഡ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹാർട്ടി ആൻഡ് ടോക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തിരുഹൃദയ കലാലയവും തിരുഹൃദയ സ്ഥാപനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികൾ, വളരെ അറിയപ്പെടുന്ന ഔദ്യോഗിക ജീവിതത്തിൻ്റെയൊക്കെ വലിയ വലിയ ശ്രേണികളിലെത്തിയിട്ടുള്ള ആളുകൾ നമ്മുടെ വിദ്യാർത്ഥികളായി വന്ന് സഹപ്രവർത്തകരായി മാറി പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ടും വളരെ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ഒരു ഹാർട്ടിയനെയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്, അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രൊഫസർ KV തോമസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, സ്ഥാനങ്ങൾ, ഇതെല്ലാം നമുക്കറിയാം. അത് വളരെ ഇപ്പോൾ പലർക്കും അറിയാവുന്നതാണ്. മെയിൻ സ്ട്രീം ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെയുള്ള കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ് ഡൽഹിയിൽ. അതിലൂടെ കേരളത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിൽ വയനാട് പാക്കേജിന് വേണ്ടി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങളെ കുറെ കൂടി അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നുള്ള ആവശ്യത്തിൻ്റെ നിവേദനം കൊടുത്തത് പോലും ഈ അടുത്ത ദിവസങ്ങളിലാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ KV തോമസ്. എന്നാൽ നമ്മൾ ഈ ഹാർട്ടി ആൻഡ് ടോക്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളോ ഒക്കെ അധികം പരാമർശിക്കുന്നത്, അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം 1962 അന്ന് കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തേവര എന്ന് പറയുന്ന അതിലും ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് വിദ്യാഭ്യാസത്തിനായി വരികയും ആ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതയിൽ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരിക്കൽ പറഞ്ഞതുപോലെ, വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അന്നത്തെ പ്രിയോരായിരുന്ന അച്ഛൻ ചോദിച്ചു, എന്താണ് ഇനി പരിപാടി? അപ്പോൾ നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നാളെ മുതൽ വന്ന് കോളേജിൽ വന്ന് ട്യൂട്ടറായിട്ട് ജോലിയിൽ പ്രവേശിച്ചോളൂ. അങ്ങനെ വിളിച്ച് ജോലി കൊടുത്ത് അങ്ങനെ വന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ തേവര കോളേജിൻ്റെ അലൂമിനി അസോസിയേഷൻ്റെ പേട്രൺ. ഇങ്ങനെ എല്ലാ തരത്തിലും കോളേജിൻ്റെ ഒരു ട്രൂ ഹാർട്ടിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് പ്രൊഫസർ KV തോമസ്. തോമസ് മാഷെ വളരെ സന്തോഷപൂർവ്വം ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ എപ്പോഴും പറയാറുള്ള പോലെ എവിടെ ചെന്നാലും തേവരയിലെ അനുഭവം, തേവരയിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ് മാഷിൻ്റെ ഒരു മാർഗദർശനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് എന്നെപ്പോഴും പറയാറുണ്ട്. ഇവിടെ അക്കാലത്ത് പഠിച്ചപ്പോൾ കിട്ടിയ അന്നത്തെ പ്രിൻസിപ്പൽമാർ, അന്നത്തെ അച്ഛന്മാർ, കോളേജിലെ അന്തരീക്ഷം, കുമ്പളങ്ങിയിൽ നിന്ന് തേവരയിൽ വന്നപ്പോഴുള്ള അന്തരീക്ഷം, ഇങ്ങനെ പലതുമായിരുന്നു തോമസ് മാഷിൻ്റെ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്തെന്ന് പലയിടത്തും പറയാറുണ്ട്. ആ കാലഘട്ടം എങ്ങനെയാണെന്ന് ഓർത്തെടുക്കുന്നത്? എന്നോട് പല ഇൻ്റർവ്യൂകളിലും സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, മാഷ് എങ്ങനെയായി ഇങ്ങനെ? ഞാൻ പറഞ്ഞു, ഒന്ന്, ഞാൻ ജനിച്ചത് കുമ്പളങ്ങിയിലാണ്, സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. മറ്റൊന്ന് ഞാൻ പറയാറുണ്ട്, ഞാൻ തേവര കോളേജിൻ്റെ വിദ്യാർത്ഥിയാണ്. അവിടെയാണ് ഞാനായി മാറുന്നത്. എൻ്റെ ജീവിത ശൈലി പോലും മാറ്റുന്നത് തേവരയെ വെച്ചിട്ടാണ്. ഞാൻ തേവരയിൽ വരുന്നത് 1962 അന്ന് SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ് ഒരു പോസ്റ്റ് SSLC ക്ലാസ്സുകൾ നടത്തുന്ന ഏർപ്പാടുണ്ട്. കാരണം കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് ആ കോളേജ് അന്തരീക്ഷത്തിലേക്കൊന്ന് കടന്നു വരിക. അങ്ങനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, തേവര കോളേജിലെ ആദ്യകാല ബാച്ച് ബയോളജി ബാച്ചിൽ ജോസഫ് കുർപ്പാശ്ശേരി എന്നാണ് ഇവിടെ അച്ഛന്മാരെ കുർപ്പാശ്ശേരി മാഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവൻ പോയിട്ടും തേവരയിൽ പോയി ഈ പോസ്റ്റ് SSLC കോഴ്സിന് ചേരട്ടെ. അന്ന് ഇവിടെ വരെ ബസ്സില്ല, തേവര കോളേജിൻ്റെ അവിടെ ബസ്സില്ല, പെരുമാനൂർ വരണം. പെരുമാനൂർ ഇറങ്ങിയിട്ട് നടന്ന് ചാക്കോള കോളേജിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് റൂട്ടുണ്ട്. എന്നത് ടാറിട്ടതല്ല, കല്ലിട്ട് ചെമ്മണ്ണിട്ടതാണ്. അവിടെ ഒരു മരപ്പാലമുണ്ട്. ആ മരപ്പാലത്തിൽ കൂടി കയറി ഇറങ്ങി മട്ടമ്പൽ ജംഗ്ഷനിൽ വന്ന് കോളേജിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്റർ നടക്കണം. അതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഞാനതുപോലെ ഇറച്ചാട്ടിൻ്റെ കൂടെ വന്ന് പെരുമാൾ ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് കോളേജിൽ വന്നു. അന്ന് തിയോബാൾഡ് അച്ഛനാണ് പ്രിൻസിപ്പൽ. അച്ഛനെ ഓർമ്മയുണ്ടെന്ന്, നല്ല കാറടി പൊക്കമുള്ള, തല ഉയർത്തി നടക്കുന്ന. പിന്നീട് ഞങ്ങളൊക്കെ അച്ഛൻ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ ക്ലാസ്സിൽ കയറും. അത്ര ഒരു ആചാര്യബാഹുവായ ഒരു കമാൻഡിങ് പവറുള്ള പ്രിൻസിപ്പളാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ വന്ന് ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ നല്ല സുമുഖനായ ഒരാൾ, ജൂബ, സ്വർണ്ണ നിറമുള്ള ജൂബയും നല്ലൊരു മുണ്ടും ഒക്കെ എടുത്ത ഒരാൾ കയറി വന്നു. ഞങ്ങൾ അറ്റൻഡൻസ് എടുത്തു. അപ്പോൾ സ്കൂളിലെ പോലെ ഞങ്ങൾ എസ് ആർ എന്ന് പറഞ്ഞിട്ട് ഭവ്യത കൂടെ ഇരുന്നു.
അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞ് ഒരാൾ വളഞ്ഞ ഒരാളിങ്ങനെ പാൻറ്റും ഒരു ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരാൾ വന്നു. ഞങ്ങൾ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം വലിയ ഇംഗ്ലീഷ് ക്ലാസ്സോടെ ക്ലാസ് എടുത്തൊരു 10 മിനിറ്റ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അതാണ് പി ടി ചാക്കോ സാർ. അന്ന് പിന്നെ ബെർക്ക്മെൻസിൽ ഷേക്സ്പിയർ സാറുള്ള സമയത്ത് അതുപോലെ തന്നെ പ്രഗത്ഭനാണ് പി ടി ചാക്കോ സാർ. അതിമനോഹരമായ ക്ലാസ്. ഞാൻ സമാനമായ ക്ലാസ് കേട്ടിട്ടുള്ളത് കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് പഠിക്കുമ്പോഴാണ്. അന്ന് അലക്സാണ്ടർ പറമ്പിത്ര മാഷ്, അദ്ദേഹം അന്നത്തെ എം ലിറ്റാണ്, പിന്നീട് സ്പീക്കറൊക്കെ ആയ പറമ്പിത്ര മാഷ്. അപ്പോൾ പറമ്പിത്ര മാഷിൻ്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പി ടി ചാക്കോയുടെ ക്ലാസ് അത് കഴിഞ്ഞ് ഗോപിനാഥ് സാറ് വന്നു, പിന്നെ തോമസ് സാറ് പറവൂരുന്നുള്ള. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ ഞങ്ങൾ ലാബിലൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പറമ്പിത്ര പിന്നെ വർഗീസ് സാറിനെ ബന്ധപ്പെടുന്ന അങ്ങനെയാണ് ലൂക്ക് സാറ് ഒക്കെയാണ്. അങ്ങനൊരു അന്നത്തെ തേവര കോളേജ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ കോളേജാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അങ്ങനെ 2 മാസക്കാലം ഞാനിവിടെ പഠിച്ചു. റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് തേവരയിൽ തന്നെ പോവാം. അന്ന് കുമ്പളങ്ങിൽ നിന്ന് ഡെയിലി വരാനൊന്നും പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഹോസ്റ്റലിലാക്കി. അത് ബോസ്കോ 2 ആണ്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഗ്യാബിന സച്ചൻ, നമ്മുടെ വരാപ്പുഴക്കാരൻ ഗ്യാബിന സച്ചനാണ് ഞങ്ങളുടെ വാർഡൻ. വളരെ സൗമ്യനായ, പക്ഷേ 5 ഹോസ്റ്റലിൻ്റെ കൊണ്ട് 5 ഹോസ്റ്റലുണ്ട്, മെയിൻ ഹോസ്റ്റൽ കൂടാതെ. അത് ഭരണ ഹോസ്റ്റലാണ്, ചീഫ് വാർഡൻ. ഞങ്ങൾക്ക് ആ ജീവിതം ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ കരി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ മാറി. പേസ്റ്റ് വേണം, ബ്രഷ് വേണം. അന്ന് 5 മണിക്ക് ബെല്ലടിക്കും രാവിലെ. നമ്മൾ പോയി ചെന്ന് കുളിച്ച് 5:30-6 മണിയാകുമ്പോൾ വെള്ളം ഓഫ് ചെയ്ത് കളയും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുറിയിൽ കയറി വായന. ഒരു 6:30 മണിയാകുമ്പോൾ കുർബാനയാണ്, എല്ലാവരും കുർബാനയ്ക്ക് പോകണം. 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകും. അതൊന്നൊന്ന് പത്രമൊക്കെ ഉണ്ടാവും, നമുക്ക് വായിച്ചിട്ട് ഒരു 9 മണിക്ക് കോളേജിലേക്ക് പോകും. അതൊരു ചിട്ടയായ ജീവിതമാണ്. അല്ല വൈകുന്നേരം അതുപോലെ തന്നെ 4 മണിക്ക് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ്. അന്ന് ഇന്നത്തെ ഷിപ്പ് യാർഡിൻ്റെ അകത്തുകൂടിയാണ് റോഡുള്ളത്. ഞങ്ങൾ ആകെ ഓടി സെൻറ്റ് തെരേസാസ് ചെല്ലും. ഇത് ബോയ്സ് കോളേജാണല്ലോ, പിന്നെ നല്ല കൊള്ളാവുന്ന പെമ്പിള്ളേരൊക്കെ ആണെങ്കിൽ അവിടെ പോകണം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി. ഇന്ന് BTH ഉണ്ട്. BTH എന്നൊരു കാപ്പി കുടിക്കും. ഞാൻ ആദ്യമായിട്ട് മസാല ദോശയും സാധാരണ ദോശയും കഴിക്കുന്നത് BTH എന്നാണ് ആദ്യമായിട്ട്. ഇന്നും ഞാൻ അവിടെ പോയി കഴിക്കാറുണ്ട്. തിരിച്ചു വരും. ഇവിടെ 6 മണിക്ക് ഗേറ്റ് അടക്കും. അപ്പോൾ അത് വെല്ലൂർ ജയിൽ പോലെ ഇങ്ങനെ ചുറ്റും മതിലും കമ്പിവേലിയൊക്കെ ഇട്ടിരിക്കുക. അത് കരടി എന്ന് പറഞ്ഞ ആളാണ് ഈ വാച്ച്മാൻ. അതിൻ്റെ അകത്ത് ദൈവം തമ്പരാന്ന് പറഞ്ഞാൽ അയാൾ 6 മണിക്ക് 1 മിനിറ്റ് ഞങ്ങളാരെയും കേട്ടില്ല. വളരെ കരടിന്ന് ഞങ്ങൾ വിളിക്കും, പക്ഷേ ഒരു രക്ഷയില്ല. മാത്രമല്ല അന്ന് കാപ്പി വസ്ത്രമാണ് അച്ഛന്മാരുടെ വേഷം. അപ്പോൾ ഈ അച്ഛന്മാരവിടെ കുളിച്ച് നിൽക്കും. നമുക്ക് ഇരുട്ടത്ത് കാണാൻ പറ്റില്ല, പക്ഷെ ഉപദ്രവിക്കില്ല. ഇപ്പം ഞങ്ങളുടെ അന്നത്തെ ഒരു തമാശ എന്ന് വെച്ചാൽ ഈ മോണസ്ട്രിയിൽ ഒത്തിരി വാഴ നട്ടിട്ടുണ്ട്, കപ്പ നട്ടിട്ടുണ്ട്, തെങ്ങുണ്ട് പൊക്കം കുറച്ച്. അപ്പം ഞങ്ങൾ രാത്രി പോയിട്ട് അവിടെ നിന്ന് കപ്പ പറിച്ചെടുക്കും, തേങ്ങ കരിക്കെടുത്തിടും. അപ്പോൾ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അച്ഛന്മാർക്കറിയാം ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ബെർണോസിൻ്റെ ഞങ്ങളുടെ എല്ലാവരും കൂടിയ സമയത്ത് പറഞ്ഞു, നിങ്ങൾ രാത്രി ഇറങ്ങി ഇങ്ങനെ കപ്പയും കരിക്കൊക്കെ ഇട്ട് പോകണം. എനിക്ക് ആരൊക്കെ എന്നറിയാം, പക്ഷെ പൈസ തരേണ്ടി വരും. തമാശയായിട്ടുണ്ട്. അന്നത്തെ ഭക്ഷണം അന്ന് ഞങ്ങൾ കുറ്റം പറയും, അന്ന് ഷെയറിങ് ആണ്, കോസ്റ്റ് ഷെയർ ചെയ്യാൻ. പക്ഷെ ആ ഭക്ഷണത്തിൻ്റെ രുചി ഇന്നും നാക്കിന്ന് പോയില്ല. ഇപ്പം ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ച് പറയുമെന്ന് ഞാൻ അന്ന് 1962 ഇല്ലാണ് നമ്മൾ ചൈനീസ് യുദ്ധം തുടങ്ങുന്ന സമയം. അപ്പോൾ അരിയുടെ ക്ഷാമം വന്നു. അന്നാണ് കപ്പയും ഈ ഇറച്ചിയും പോട്ടി, ഇന്നത്തെ പോട്ടി വരുന്നത് അന്നാണ്. അപ്പോൾ ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇവിടെ 5 ഹോസ്റ്റലുകളിൽ തന്നെ ഭക്ഷണശാലകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ്. ചെല്ലുമ്പോൾ കപ്പയും ഈ ഇറച്ചിയും കൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കാം. അപ്പോൾ കുറേ പേര് ഞങ്ങൾ കഴിക്കൂല, ഞങ്ങൾക്ക് ചോറ് കിട്ടണം. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് പറഞ്ഞ് എന്താ പ്രശ്നം, ഞങ്ങൾക്ക് ചോറ് വേണം. അപ്പം ചേട്ടാ നീയൊക്കെ നാട്ടിലെങ്ങനെ ജീവിച്ചേ? ഞാനും നീയൊക്കെ കപ്പ കഴിച്ചാൽ വന്നത്. അത് പറഞ്ഞു, നിങ്ങളെ കാഞ്ഞിരപ്പള്ളിക്കാരും പാലക്കാരും അല്ലേ, അപ്പം അധികം ഒന്നും വരുന്നത് കാഞ്ഞിരപ്പള്ളി ആ കാലത്ത് എങ്ങനെയായിരുന്നു? കൂടുതലും ഹോസ്റ്റലേഴ്സ് പുറത്തപ്പോൾ അന്ന് റൗഡീസ് ഓഫ് തേവര പേര് വീണത് അങ്ങനെയാണ്. എന്ത് തല്ലുപിടുത്തത്തിനും തേവരക്കാരുണ്ടാവും. ഇപ്പോൾ സർ CP കല്ലെറിഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ പ്രസിദ്ധമായ ബേബി ജോൺ സാറിൻ്റെ നേതൃത്വത്തിൽ. അപ്പം അന്ന് പറയുന്നത് റൗഡീസ് ഓഫ് തേവര, ജെന്റിൽമെൻ ഓഫ് സെൻറ്റ് ആൽബർട്ട്സ്, ഇൻ്റലക്ച്വൽസ് ഓഫ് മഹാരാജാസ്, ബ്യൂട്ടീസ് ഓഫ് സെൻറ്റ് റീസസ്, ഇതാണ് പറയുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ അന്ന് മഹാരാജാസിനൊരു വെയിറ്റ് ഉണ്ട്.
കാരണം അധ്യാപകരുടെ ക്വാളിറ്റിയും പ്രവേശനം പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊരു വ്യത്യസ്തമായ ഒരു മുഖം മലയാളിസുണ്ട്. അത് നമുക്ക് നിശ്ചയിച്ചുള്ളത് മഹാരാജസും ചന്ദ്രശാസും അല്ലേ ഉള്ളത് ഉള്ള സമയത്ത്. തേവരയും സെൻറ്റ് ആൽബർട്ട്സും ഒരേ സമയത്താണ് വരുന്നത്. അത് തന്നെ അന്നൊരു തർക്കം ഉണ്ടായിരുന്നു. ഈ സെൻറ്റ് ആൽബർട്ട്സ് ഉള്ളപ്പോൾ എന്തിനാ പിന്നെ ഒരു തേവര? അപ്പോൾ അന്ന് അതിനെ സാലസച്ചൻ, ഫാദർ സാലസ് CMI സഭയുടെ പ്രഗത്ഭനായ അച്ഛനാണ്. ഗവർണർമാരൊക്കെ വന്ന് അച്ഛനെ കാണും, മുഖ്യമന്ത്രിമാരെ അച്ഛനെ കാണാൻ. അങ്ങനെ അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഇവിടെ ഈ തോടുണ്ട്, തേവരത്തോട്. അപ്പോൾ നഗരം വേറെ, ഈ തേവര വേറെ എന്നൊരു ആർഗ്യുമെൻ്റ് രണ്ട് ആയിട്ട് വന്ന് പിന്നെ മദ്രാസിൽ നിന്നാണ് അധ്യാപകരൊക്കെ വരുന്നത്. ഇപ്പോൾ സാറ് 62 ജോയിൻ ചെയ്തു, 62 ശേഷം കഴിഞ്ഞു. ഇവിടെ ഏതൊക്കെയാണ് പഠിച്ചത് ഇവിടെ കോളേജിൽ? ഞാൻ 62 2 ഇയർ കോഴ്സാണ്. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ സുവോളജി ഒക്കെ ഉള്ള ബയോളജി ഗ്രൂപ്പായിരുന്നു, ഒന്നിച്ചായിരുന്നു. അപ്പം അന്നത്തെ ഏറ്റവും പ്രധാന കാര്യം മെഡിസിന് പോകാമെന്നുള്ള. അപ്പം ഞാനും മെഡിസിന് പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ എഴുതിയിട്ട് ജയിച്ചില്ല, അത് ടെസ്റ്റ് എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളമായിരുന്നു. ഞാൻ ഹിന്ദി പ്രവീൺ പാസ്സായിട്ടാണ് വരുന്നത് കുമ്പളങ്ങിൽ നിന്ന്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഉലകന്തർ സാറുണ്ട്, ജോർജ് ഇരുമ്പയുണ്ട്, അതിപ്രഗത്ഭരായ അധ്യാപകരാണ്. അപ്പം അങ്ങനെ ഞാൻ മലയാളം എടുത്തു. ഇത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിട്ട് റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം മലയാളം BA ചേരണം എന്നുള്ള. അങ്ങനെ പ്രിൻസിപ്പൾ അന്നും തീവ്രവളച്ചൻ തന്നെയാണ്, തീവ്രവളച്ചൻ തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്ന് വർഗീസ് സാർ ഇരിപ്പുണ്ട്, കെമിസ്ട്രിയുടെ ഹെഡ്. എൻ്റെ ചേട്ടൻ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം. വർഗീസ് സാർ പറഞ്ഞു തനിക്ക് പറ്റിയത് കെമിസ്ട്രിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് നോക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറ്. അപ്പോൾ സാറ് പറഞ്ഞോ കെമിസ്ട്രിയുടെ ആൾ കുറവാണ്, മലയാളത്തിൽ ഭയങ്കര തിരക്കാണ്, താൻ കെമിസ്ട്രി പഠിക്കും. അങ്ങനെയാണോ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തോളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് പിന്നീട് മലയാളത്തിൻ്റെ തന്നെയാണ്. അങ്ങനെയാണ് കെമിസ്ട്രിയിലേക്ക് വന്നത്. കെമിസ്ട്രി എന്നത് ടെററാണ് അക്കാലത്ത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ടെറർ. വർഗീസ് സാറ് ചാക്കുള കോളേജിൽ നിന്ന് നടന്നാണ് വരുന്നത്, ഒരു കുട ഇങ്ങനെ പിടിച്ചത്. അത് അവിടെ നിന്ന് ഇറങ്ങിയ ഇവിടെ സൈലൻ്റാണ്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റാണ്. വലിയൊരു സംവിധാനം. ഇപ്പോൾ വർഗീസ് സാറ്, ഗോപാലകൃഷ്ണൻ സാർ, ലൂക്ക് സാറ്, അരവിന്ദാക്ഷൻ സാറ്, അങ്ങനെ ഒരു വലിയ മിടുക്കന്മാരായ അധ്യാപകരാണ്. ഈ പുതിയ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ സാർ എന്നൊരു പഠിപ്പിസ്റ്റായിരുന്നോ? നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠനത്തെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തും ഏതെങ്കിലും വിഷയം ഞാൻ പ്രസംഗിക്കാന്ന് പോകും. ഇംഗ്ലീഷിൽ എക്സ്ട്രാ കരിക്കുലർ എന്തൊക്കെയായിരുന്നു അന്ന് അധികമായിട്ട് പ്രസംഗിക്കാൻ പോകും. പിന്നെ ബാഡ്മിൻ്റൺ കളിക്കും. ഞങ്ങൾക്ക് കുമ്പളങ്ങിൽ നിന്ന് വന്നതും അത് ബോൾ ബാഡ്മിൻ്റൺ, ഷട്ടിലല്ല. അത് നമുക്ക് ബോൾ ബാഡ്മിൻ്റൺ കോർട്ടും കളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വൈകുന്നേരം വന്ന് കളിക്കും. അതാണ് പ്രധാനപ്പെട്ട ഇത്. പിന്നെ വായന നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ പ്രസംഗ മത്സരത്തിന് സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിലേക്ക് ഞങ്ങൾ പ്രസംഗിക്കാൻ പോയിട്ട്, SP കോളേജിൽ പോയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിരുന്നു. ഞങ്ങൾ 3-4 പേരുണ്ട്. അത് PJ ജോസഫ് ഉണ്ട്. ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ജോസഫ് എക്കണോമിക്സിൻ്റെ MAക്ക് ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ ജോസഫിൻ്റെ കൂടെ ജോസഫ് നന്നായിട്ട് പാട്ടം പാടും, പ്രസംഗിക്കുകയും ചെയ്യും. പിന്നെ ഒത്തിരി പൈസ ഉള്ള ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല പൈസയുള്ള ജോസഫിനാണ്. അപ്പോൾ ജോസഫ് ഞങ്ങളുടെ ലാവിഷായിട്ടൊക്കെ കൈകാര്യം ചെയ്യും പുറത്ത് പോയി കഴിഞ്ഞ്. ഡിഗ്രി കഴിഞ്ഞിട്ട് MSc കെമിസ്ട്രി ഇവിടെ തന്നെ അല്ലേ? അതെ. അപ്പോൾ MSc ഡിഗ്രി ഡിഗ്രി പരീക്ഷയ്ക്ക് എനിക്ക് ഉദ്ദേശിച്ച മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടുമില്ലേ എന്നൊരു സംശയം. അപ്പോൾ സെൻറ്റ് ആൽബർട്ട്സിൽ അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ പോവാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് വർഗീസ് സാറ് പറഞ്ഞായിരിക്കണം. തമ്പി നമ്മുടെ ഡോണമാഷിൻ്റെ തമ്പി ഒരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താനൊന്നും ഇങ്ങോട്ട് വാ. അത് ലാൻഡ് ടെലിഫോണേ ഉള്ളൂ. അപ്പോൾ ഒരു ടെലിഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു തന്നെ മാഷെ അന്വേഷിക്കൊണ്ട് ചെല്ല, തനിക്ക് അഡ്മിഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് ശ്രുതി പറഞ്ഞ് അന്ന് KN മേനോനാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഹെഡ്. എന്ന് പറഞ്ഞാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അതിപ്രഗത്ഭനായ കെമിസ്ട്രി അധ്യാപകൻ. ചുണ്ടിന് ദേശീയമാണ്, മുടന്നേക്കാൻ വരുന്നത്. പക്ഷേ അദ്ദേഹം കെമിസ്ട്രിയിൽ അധികായനായൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വിഭാഗം വന്നപ്പോഴാണ് സാറ് KN മേനോൻ സാറ് വരുന്നത്. പിന്നെ അയ്യർ സാറ് വരുന്നു. അപ്പോൾ ഈ സാറ് തന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. നല്ല പേരെടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഒരു പാരമ്പര്യം ഞാൻ ഇന്നും തുടരുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുള്ള ആളാണ്. അപ്പോൾ എങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കെമിസ്ട്രി കഴിഞ്ഞു, വേറെ ഇവിടെ തന്നെ ചേരണമെന്ന് തോന്നിയതോ അല്ലെങ്കിൽ എങ്ങനെ? ദൈവനിശ്ചയമാണ്. എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ. ദൈവനിശ്ചയം എന്ന് വെച്ചാൽ കോളേജ് തുറന്ന ഒരു മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് പരീക്ഷ കഴിയുന്നത്. അപ്പം ഞാനിവിടെ കെമിസ്ട്രിയിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കൂടി കഴിഞ്ഞ് ഒരു കോട്ടുണ്ടെന്ന് ഞങ്ങളെ കിട്ടുന്നുണ്ട്. അത് ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
അച്ഛൻ ചോദിച്ചെന്താ? ഞാൻ പറഞ്ഞു അച്ഛൻ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് പോകാൻ കുമ്പളങ്ങേക്ക് പോകാൻ നാളെ വഞ്ചി വരാൻ പറഞ്ഞു. അപ്പോഴത്തെ ഇയർ എൻഡിങ് വരുമ്പോൾ വഞ്ചിക്കാണ് പോകുന്നത്. ഈ വഞ്ചി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലേക്ക് വ്യൂവിൻ്റെ അവിടെയാണ് ലേക്കുവിൻ്റെ അവിടെ വരും. അവിടെ നിന്ന് വഞ്ചി കയറി ഇവിടെ നേരെ കുമ്പളത്തേക്ക് പോകും. ഈ നമ്മുടെ ഈ റോഡിലൂടെയുള്ള ഇപ്പോൾ ഉള്ള റോഡിലൂടെയുള്ള ബസ് സർവീസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? 68 ബസ് പിന്നീടല്ലേ വന്നത്, പാലമൊക്കെ വന്നിട്ട് പിന്നീട് അതൊക്കെ വന്നു. അന്ന് എറണാകുളം നഗരത്തിൽ കാറുള്ള ചുരുക്കത്തിന് പേരേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ ആളുകളേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇവിടെ MG റോഡ് 100 ഫീറ്റ് റോഡ് പണിതതിന് അന്ന് സഹോദരനയ്യപ്പൻ്റെ കാലത്ത് എന്തിനാ ഇത്ര വലിയ റോഡ് എന്ന് ചോദിച്ചതാണ്. അപ്പോൾ സാർ കുമ്പളങ്ങിയിൽ നിന്ന് വഞ്ചിക്കാണ് ലേക്ക് വ്യൂവിൻ്റെ അവിടെ വന്ന് പോകുന്നതൊക്കെ. എന്ന് വെച്ചാൽ ഇയർ എൻഡിങ്ങിന് നമ്മൾ വെക്കേഷനായാലും അപ്പോൾ 3 മാസത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടി കിടക്കെ ഇട്ട് ഒരു വഞ്ചിയൊക്കെ ഇട്ട് കിട്ടുമല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അയാൾ ഇവിടെ വന്ന് ഞങ്ങൾ നേരെ പോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് കുമ്പളത്തുനിന്ന് പഴങ്ങാട് അങ്ങനെ ഇങ്ങനെ അരികെ ചേർന്ന് വേണം പോകാൻ. ഇത് സമുദ്രം പോലത്തെ പുഴയാണ്, അങ്ങനെ ഒന്നും നേരെ പോകാനൊക്കത്തില്ല. അക്കാലത്ത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു സ്വഭാവം വെച്ച് എല്ലാവരും വണ്ടികളിൽ മുൻവശത്ത് വരുന്നു. അപ്പോൾ ഈ പഴയത് ലേക്ക് വ്യൂവിലേക്കുള്ള ഒരു ദർശനമായിരുന്നു. ഇപ്പോൾ കോളേജിലെ അന്ന് ആളുകളൊക്കെ എങ്ങനെയായിരുന്നു അത് വന്നു ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? അത് ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസ് വന്നിറങ്ങുന്നത് നമ്മുടെ മട്ടമ്പലാണ്. അവിടെ ഒരു ജെട്ടി ഇപ്പോഴും ഉണ്ടല്ലോ, ആ ജെട്ടിയിൽ നിന്ന് നടന്നു വരണം. എന്നെപ്പോലെ വഞ്ചിക്ക് വന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അവിടെ ഒരു കടവൊക്കെ ഉണ്ടായിരുന്നു, ഒരു കടവുണ്ട് നമുക്ക് ഇറങ്ങാനത്. പിന്നെ കോളേജിന്റെ സത്യം പറഞ്ഞാൽ നോക്കുന്നത് പടിഞ്ഞോട്ടാ, കായലിലേക്കാണ് അതാണ് എൻ്റെ ഇത്. അത് മാത്രമല്ല അവിടെ തന്നെ കായലായിരുന്നു. ഇപ്പോൾ അവിടെ മതിൽ കെട്ടിയൊക്കെ കണ്ട ഒരു മതിൽ കെട്ടിയിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കത്തി മൈതാനമായെങ്കിലും ഇന്നും അത് പോർട്ടിൻ്റെ ഭൂമിയാണ്, ഇപ്പോഴും അത് പോർട്ടിൻ്റെ ഭൂമിയാണ്. പക്ഷെ അതാണ് കോളേജ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അച്ഛന്മാരുടെ ഭാവന കൊണ്ടാണ് ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ സ്ഥലമൊക്കെ എടുക്കുമ്പോഴൊക്കെ ആരും എല്ലാവരും പറയും കുറുക്കം പോലും വരാത്തൊരു സ്ഥലമാണ് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിപ്പോൾ രാജഗിരി കണ്ടാലും നമുക്കറിയാം അന്നത്തെ കാലത്ത് ആരും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഈ 68 മാഷ് അധ്യാപകനായിട്ട് കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറി. അവൻ ഡെമോൺസ്ട്രേറ്ററാണ്. ഓ ശരി. ഞാൻ ക്ലാസ്സിൽ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാറ്. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ആത്മാവേ എന്ന് പറഞ്ഞ എല്ലാ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കും. അല്ല ആ പേര് ഞാനത് വിളിക്കാൻ ഉള്ളൊരു മടികൊണ്ടായിരുന്നു. ആ പേര് സാറ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ കിട്ടിയത്? അതെ അതെ, ഞാൻ വളരെ മെലിഞ്ഞില്ല. ഞാനത് ഓർക്കുന്നുണ്ട്. സാറ് 62 കോളേജിൽ പഠിക്കുന്നു, ഞാൻ 72 പ്രീ ഡിഗ്രിക്ക് വരുന്നത്. അന്നും വളരെ മെലിഞ്ഞ് സാധാരണ നിലയിൽ അധികം ആരുടെയും മുഖത്ത് നോക്കാതെ സാർ കൂടുതലും കുമ്പിട്ട് നടന്നിരുന്നത് എൻ്റെ ഓർമ്മയിൽ. അതിൽ നിന്നാണ് മാഷ് കേന്ദ്രമന്ത്രിയായത്. ആ ഒരു വളർച്ച വളരെ രസകരമാണ്. നമ്മളിതിനകത്ത് രാഷ്ട്രീയം പറയുന്നില്ലെങ്കിൽ പോലും അന്ന് 72 തോമസ് മാഷ് കോൺഗ്രസിൻ്റെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മണ്ഡലം കമ്മിറ്റിയാണ്. ആ മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് തേവര കോളേജിലെ എക്കണോമിക്സിൻ്റെ അധ്യാപകനായിരുന്ന ജോസഫ് സാറാണ്. അന്ന് തോമസ് മാഷ് സേവാദളിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഒരു പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയരാവുന്നതിൻ്റെ ആ ഒരു നിലയിലേക്ക് ഉയർന്ന ഒരാളാണ് രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ. തുടങ്ങുന്നത് കുമ്പളങ്ങിയിലെ 7ാം വാർഡിൽ വാർഡ് പ്രസിഡൻ്റായി. അന്നൊക്കെ വാർഡ് പ്രസിഡൻ്റാന്ന് വലിയ കാര്യം. അതുപോലെ സേവാദളിൻ്റെ ചെയർമാനാകുക അതൊക്കെ അന്ന് വലിയൊരു കാര്യമുള്ള കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ താഴെത്തട്ട ആളുകളോട് ബന്ധപ്പെട്ട് പോകുന്നത്. ഈ കെമിസ്ട്രി അധ്യാപകനായി ദീർഘകാലം, അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുറച്ചു കാലം ലീവ് എടുത്തു. ഈ അധ്യാപകനായി HOD ആയിട്ട് റിട്ടയർ ചെയ്തു ഫോർമലായിട്ട് അല്ലേ? അല്ല, അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം. എന്താ ഉദാഹരണമായിട്ട് ഞാൻ 84 മത്സരിച്ച് ഡൽഹിക്ക് പോകുന്നത്. നീണ്ട 12 വർഷക്കാലം ഡൽഹിയിലായിരുന്നു. പിന്നീട് ഞാനിങ്ങോട്ട് വരുന്നത് ഫ്രഞ്ച് ആര കേസ് എനിക്കെതിരായിട്ട് ആക്ഷേപം ഉണ്ടായി. ഇലക്ഷൻ ഞാൻ തോക്കുന്നു, ഞാൻ കോടതിയിലാണ് ഇടപെടുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് പഠിപ്പിക്കണോ? എനിക്കൊരു സംശയം, പറ്റും എന്നെക്കൊണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് ഷെർലിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ പോകുന്നത് ശമ്പളം മാത്രമല്ല, നിങ്ങൾ എൻഗേജ് ആവണം. അപ്പോൾ അന്ന് VA ജോസഫ് സാറുണ്ട് ഇവിടെ. ജോസഫ് സാറും പറഞ്ഞു, ഗോപാൽ സാറും പറഞ്ഞു, താൻ ഇങ്ങോട്ട് വാ, നമുക്ക് നോക്കാം, താൻ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ സംഗതി ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യത്തിൽ ആദ്യത്തെ 2-3 ക്ലാസ്സുകളൊക്കെ പോയി ഇച്ചിരി പേടിച്ചാൽ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിക്കപ്പ് ചെയ്തപ്പോൾ ജോസഫ് സാറ് VA സാർ എപ്പോഴും പറയും, തനിക്കുള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ തൻ്റെ കൂടെ വേറെ ആൾ ക്ലാസ് എടുക്കാൻ നോക്കില്ല. താൻ ക്ലാസ് എടുത്ത ആ ക്ലാസ്സിൽ വേറൊരാൾ വന്നാൽ തന്നെപ്പോലെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്നുകൊണ്ട് ഞാനെല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഡിക്റ്റേഷൻ കൊടുക്കാറില്ല. സാവധാനത്തിൽ ക്ലാസ് എടുക്കാം, അവർക്ക് എഴുതിയെടുക്കാം. ഞാൻ ആരോടും അങ്ങനെ വലുതായിട്ട് ദേഷ്യപ്പെടാറൊന്നുമില്ല. പക്ഷേ ചില സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട HOD ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു കുടുംബത്തെ പോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയാണ് അന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അംഗീകാരമൊക്കെ കിട്ടുന്നത് ആ കാലഘട്ടത്തിലാണ്. അതൊരു വലിയൊരു കാലഘട്ടമാണ്.
ഇപ്പോൾ സാറ് അന്നത്തെ പ്രിൻസിപ്പൽ പറഞ്ഞ് കെമിസ്ട്രി എടുത്തെങ്കിലും പിന്നീട് കെമിസ്ട്രി പഠിച്ചു, കെമിസ്ട്രി അധ്യാപകനായി, HOD ആയി. ഈ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്താ കെമിസ്ട്രിയിൽ? അത് ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന് എനിക്ക് നല്ല ഓർമ്മ. എൻ്റെ പീരിയോഡിക് ടേബിൾ എപ്പോൾ ചോദിച്ചാലും ഞാൻ പറയും. അപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ ഇപ്പോൾ പറയും, അപ്പാപ്പ ഇതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ പീരിയോഡിക് ടേബിളിൽ നിന്നൊരു ചിത്രം. അത് ഞാൻ വർഗീസ് സാറിനെ കണ്ടാൽ പഠിച്ചത്. വർഗീസ് സാറ് നോട്ട് എഴുതി, ചെറിയ നോട്ടുകൾ. അത് പിന്നീട് എൻ്റെ പ്രസംഗങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ പാർലമെൻറ്റിൽ പോകുമ്പോഴും ഞാൻ വായിക്കുകയല്ല, ഞാൻ ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കുക. അതുപോലെ എൻ്റെ ക്ലാസ് എപ്പോഴും നന്നായിരുന്നു. അതിലൂടെ തന്നെ അധ്യാപകർക്ക് വേണ്ടി വെക്കേഷൻ കാലത്ത് ക്ലാസ് എടുക്കുമ്പോൾ അപ്പോൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപകരൊക്കെ വരും. അത് എൻ്റെ ക്ലാസ്സായിരുന്നു ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ വർഗീസ് സാർ തന്നെ പറയും, നന്നായിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരുണ്ട്, തോമസ് നന്നായിട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ അത് എൻ്റെ ഈ വിഷയത്തിലുള്ള അഗാധമായ നോളജൊന്നുമല്ല, ആ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പാർലമെൻറ്റിൽ പോകുമ്പോൾ ഞാൻ ഏത് വിഷയമാണെങ്കിലും വായിച്ച് പഠിച്ച് നോട്ടുണ്ടാക്കിയേ പോകാറുള്ളൂ. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ പരിശീലനം. അല്ല, ആ ഒരു കാര്യം തോമസ് മാഷിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കാണിച്ചിട്ടുള്ള അനിതര സാധാരണമായ കൈയടക്കം ഞാനൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം. ഒരു വസ്തുതയെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കൈയടക്കം ഉണ്ടാവണം. അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രക്ഷുബ്ധമായിരിക്കാം, രാഷ്ട്രീയമായ ചേരിതിരിവുകളായിരിക്കാം, അല്ലെങ്കിൽ വിവാദങ്ങളായിരിക്കാം. എന്തും കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് അങ്ങനെ ഇമോഷണലി പതർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു പതർച്ച പെരുമാറ്റങ്ങളിൽ ഉണ്ടാവാതെ വരുമ്പോൾ അത് ഉദാഹരണം ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നു. ഞാൻ 2009 കേന്ദ്രമന്ത്രി. അന്ന് ശരത് പവാറാണ് സീനിയർ മന്ത്രി, ഞാനൊരാളേ ഉള്ളൂ സ്റ്റേറ്റ് മിനിസ്റ്ററായിട്ട്. 4 വകുപ്പുകളുണ്ട്, പ്രധാനപ്പെട്ട 4 വകുപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ 2009 2010 ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കണം. ക്യാബിനറ്റിൽ തന്നെ തർക്കമാണ്, ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? 1.25 lakh crores ലൈബിലിറ്റി. അതുപോലെ ഇന്ത്യക്ക് ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ഏകദേശം 1.50 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ വേണം, സ്റ്റോറേജ് കപ്പാസിറ്റി വേണം, വിതരണ ശൃംഖല മെച്ചപ്പെടുത്തണം. ഒരു ചലഞ്ചിങ് ജോബാണ്. ആ സന്ദർഭത്തിൽ എൻ്റെ പേര് പറയുന്നത് ശരത് പവാറാണ്. അത് തോമസിന് കൊടുത്താൽ ഹി വിൽ ബി ഏബിൾ ടു മാനേജ് ദാറ്റ്. എന്നെ വിളിപ്പിച്ചു, സോണിയാഗാന്ധി വിളിപ്പിച്ചു ഞങ്ങൾ. അപ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഞാൻ, തോമസ് ക്യാൻ യു ഡു ദാറ്റ്? ഐ സെഡ് മാഡം, ഇഫ് ദിസ് ഈസ് യുവർ വിഷ് ഐ എം പ്രിപ്പയർ ടു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെ അതിൻ്റെ മെറ്റിക്കുലസ് ആയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പാർലമെൻറ്റ് അവതരിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം 16 മണിക്കൂർ ലോകസഭയിലും രാജ്യത്ത് ചർച്ച ചെയ്ത് ഇന്നും അത് തുടരുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, ഏറ്റവും നന്നായി വിതരണം ചെയ്യുന്നത്, എല്ലാവർക്കും എത്തിക്കാൻ കഴിയുക നമുക്ക്. അത് ചെറിയൊരു കാര്യമല്ല. പണ്ട് നമ്മൾ പാകിസ്ഥാൻ അറിയാം, നമ്മൾ അമേരിക്കയിൽ നിന്ന് PN ഗോതമ്പ് വരണം, പാം ഓയിൽ വരണം, അന്ന് ഷിഫ്റ്റ് മൗത്താ പറഞ്ഞത്. അവിടെ നിന്നൊക്കെ മാറി ഇന്ന് ഞാനൊരു പ്രഭാഷണം കേട്ടു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ് നമ്മൾ ചൈനയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ അയക്കുക. ആലോചിച്ച് നോക്കണം. ബർമയിൽ നിന്ന് അരി കൊണ്ടുവന്ന് ജീവിച്ചിരുന്നത് നമ്മളിന്ന് ചൈനയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ അയക്കുക. സാറേ, ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വാർഡ് കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തിൽ വന്നു, രാഷ്ട്രീയത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു കോളേജിലെ സുരക്ഷിതമായ ഒരു ജോലി, ഒരു തൊഴിലിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു സുരക്ഷിതത്വമൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയവും ഇതുമായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുകയും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഇവിടുന്ന് ലീവ് എടുത്ത് അത് ജോലി നഷ്ടപ്പെടുത്തിയാലും മുന്നോട്ട് പോകാം ആ ഒരു ആത്മവിശ്വാസം? ചില റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ രണ്ടും കൂടി നടക്കാതെ വരും. ഉദാഹരണം INUC സ്റ്റീഫൻ സാർ പ്രസിഡൻ്റായിരിക്കും, ഞാൻ ഓർഗനൈസിങ് സെക്രട്ടറി ആക്കി സാറേ ഞാൻ. അപ്പോൾ എന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അത് ബോർഡിലാക്കി. അത് 1982 അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബോർഡ് മീറ്റിംഗ് ഏത് ആഴ്ചയിലും ഒന്നെങ്കിൽ മദ്രാസ് അല്ലെങ്കിൽ ഡൽഹിയിലുണ്ട്, മറ്റ് പല പരിപാടിക്ക് പോകും. ഇതെല്ലാം കൂടി നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ 82 അവസാനം ലീവ് എടുത്തത്. അത് ലീവ് എടുത്ത് പോവുക ചെയ്തത്. 84 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീവിലേക്ക് പോയി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യം, ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല, പിന്നെ രണ്ടും കൂടി നടക്കത്തില്ലല്ലോ. ഞാൻ എപ്പോഴും ഏറ്റെടുക്കുന്ന ജോലി ഏതാണോ അതിനോട് 100% കമ്മിറ്റ്മെൻറ്റ്. ഉദാഹരണമായിട്ട് ഞാൻ 1996 തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അധ്യാപകനായി HOD ആയപ്പോൾ രാഷ്ട്രീയം ഏതാണ്ട് ഞാൻ ഒരുവിധം നിർത്തിവെച്ചു. അത് ബാക്കി റെസ്പോൺസിബിലിറ്റി ഒന്നും എടുത്തില്ല. ആ കേസ് മാറി ഞാൻ വീണ്ടും കേന്ദ്രമന്ത്രിയായി. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോയി. അപ്പോൾ 2001 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. 2001 ഞാൻ റിട്ടയർ ചെയ്ത് ഇമ്മീഡിയറ്റ് ആ റിട്ടയർമെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സംസ്ഥാന മന്ത്രിയായി. ഈ സംസ്ഥാന മന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മാഷ് ടൂറിസം മിനിസ്റ്ററായിരുന്നു, ടൂറിസം ഫിഷറീസ്. അപ്പോൾ അന്ന് കുറേ ഗ്രൂപ്പ് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാഷിൻ്റെ എപ്പോഴും ഉള്ളൊരു ഒരു ഒരു സംഗതി, നേതൃത്വത്തോട് നിൽക്കുന്ന ആ ഒരു ലോയൽറ്റി മാഷിന് എപ്പോഴും ഉണ്ട്. കരുണാകരനോട് മാഷ് വളരെ ലോയലായിരുന്നു. ഇതൊക്കെ അറിയുമ്പോൾ തന്നെ AK ആന്റണിയോടും അതേപോലെ ബന്ധമുണ്ടായിരുന്നു.
കേട്ടിട്ടുള്ളത് കെ ആൻ്റണി മാഷിനെ ടൂറിസം മന്ത്രിയായ ശേഷം മാഷിനോട് പറഞ്ഞു, തോമസ് മാഷ് ഇത്രയും കാലം ഡൽഹിയിൽ MP ഒക്കെ ആയി ഇത്രയും ബന്ധങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഡൽഹിയിലെ അംബാസഡർ മാഷായിരിക്കണം എന്ന് പറഞ്ഞു. മാഷ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ഭരിക്കുന്ന അദ്വാനി ഉപപ്രധാനമന്ത്രിയും ആ സമയത്ത് മാഷ് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും കേട്ടിട്ടുള്ളത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്കുമുള്ള ടൂറിസം പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം രാഷ്ട്രീയത്തിന് അതീതമായ രീതിയിൽ കൊണ്ടുപോകാൻ അതിൻ്റെയൊക്കെ ഒരു പരിശീലനം എങ്ങനെയായിരിക്കും? ഞാൻ ലീഡറുടെ പ്രതിനിധിയായിട്ടാണല്ലോ മന്ത്രിസഭയിൽ വരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി വരുന്ന പോസ്റ്റിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്നോട് ആൻ്റണി വിളിച്ചു ചോദിച്ചു, പ്രൊഫസർക്ക് എന്താ താല്പര്യം? അപ്പം ഞാൻ ഈ ഫ്രഞ്ച് ചാര കേസിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു, പ്രമാദമായ ഒന്നും വേണ്ട, എന്ന് വേണമെങ്കിൽ എന്നോട് ലീഡർ പറഞ്ഞത് എന്നോട് ആരോഗ്യം എടുക്കണം എന്നുള്ളതാണ്, ഹെൽത്ത്. എനിക്കതിനോട് താല്പര്യം, കാരണം അത് ട്രാൻസ്ഫർ പോസ്റ്റിങ്ങും മറ്റു പ്രശ്നങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു ടൂറിസം മതി. ആ സമയത്താണ് ശങ്കരൻ ആരോഗ്യമന്ത്രി, ഞാൻ എടുക്കാനുണ്ടോ ശങ്കരൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് മതി. അപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല, ഈ ഗസ്റ്റ് ഹൗസ് ശരിയാക്കാൻ വണ്ടി കൊടുക്കാനെന്നതിനപ്പുറത്ത്. ഞാൻ പറഞ്ഞു എനിക്കത് മതി, ഞാൻ അത് ചെയ്ത് പോയിക്കോളാം. പിന്നെ ഫിഷറീസ് എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റിയുടെ ഞാൻ വിഭാഗത്തിൻ്റെ. പക്ഷേ ആ ടൂറിസം പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ഔട്ട്. അതിന് ഒരു കാരണം ഇപ്പോൾ ഭാഗ്യസ്പതി ഇന്ത്യ ഡൽഹിയിലുള്ള ബന്ധം ഇപ്പോൾ കുമ്പളങ്ങി മോഡൽ ഗ്രാമമാക്കി. അന്ന് ഡോക്ടർ സോംപാലിനെയാണ് പ്രധാനമന്ത്രി അയക്കുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ. അതിനുവേണ്ടി ഒത്തിരി പൈസ നമുക്ക് കിട്ടി. അതുപോലെ അന്ന് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഞാൻ പോയിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് പോയത്. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു ക്യാബിനറ്റിൽ തന്നെ. മാഷിങ്ങനെ എല്ലാ ദിവസവും യാത്രയാണ്. ഞാൻ പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയല്ലേ, ഞാൻ അവരെ പൈസ കൊടുക്കണം. അവിടെ നിന്ന് ടൂറിസം രംഗത്ത് വലിയൊരു വ്യത്യാസം നമുക്കുണ്ടാക്കാൻ കഴിയും. അതിന് സ്വാഭാവികമായിട്ടും വാജ്പേയി ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ഇറാൻ യുദ്ധം നടക്കുന്ന സമയം. അപ്പോൾ ഒരു ബുധനാഴ്ചയാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നു. ഞങ്ങളവിടെ പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ട് അന്ന് പിന്നെ ഇറാനിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട് അവിടെ, ബഷീർ ഒക്കെ ബഷീറൊക്കെ ഉള്ള സമയം. അപ്പോൾ അത് ഊർജ്ജസ്വലപ്പെടുത്തണം ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ആളുകൾക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളിവിടുന്ന് ബുധനാഴ്ച പാസ്സാക്കുന്നു. അന്ന് ഇതുപോലെ സൗകര്യങ്ങളില്ല, വ്യാഴാഴ്ച പോകുന്നു, പിന്നെ വെള്ളിയാഴ്ച ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ AK പറഞ്ഞു, അങ്ങേക്ക് നല്ല ബന്ധമാണല്ലോ പ്രൈം മിനിസ്റ്ററായിട്ട് വാജ്പേയിയായിട്ട്, ഞാനും ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകും, വെള്ളിയാഴ്ച കണ്ടേ പറ്റൂ. ഞാനും MMS G കാർത്തികനുമാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവർക്കും അറിയാം വാജ്പേയി സ്മോൾ കഴിക്കുന്ന ആഴ്ചയാണ്. അപ്പോൾ ഒരു വെള്ളിയാഴ്ചയായപ്പോൾ ഒരു വൈകുന്നേരം 5 മണിക്കൊക്കെ അപ്പോയിൻമെൻറ്റായി. അപ്പോൾ പുള്ളി ഇങ്ങനെ ജോറായിട്ട് സ്മോളൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ 1 മണിക്കൂർ സംസാരിച്ചു. ഭയങ്കര വാജ്പേയിയുടെ പ്രസംഗങ്ങളെ പാർലമെൻറ്റ് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഒരു ചെറിയ സ്മോൾ അടിച്ചാൽ പുള്ളി അത് കഴിഞ്ഞ് അദ്വാനി അങ്ങനെയല്ല, അതൊരു എനിക്ക് രണ്ടുപേരും നല്ല ബന്ധമായിരുന്നു അന്ന് ഇന്നും. അതുപോലെ മാഷ് എപ്പോഴും വളരെ ഒരു പോസിറ്റീവ് നോട്ടിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വിവാദങ്ങളൊക്കെ ഉണ്ടായി, തിരിച്ചു വന്ന് ഇവിടെ HOD ആയിട്ടൊക്കെ ജോയിൻ ചെയ്തു, രാഷ്ട്രീയത്തിലേക്കൊന്നും പക്ഷെ ഓരോ സമയത്തും അതത് രീതിയിൽ എൻഗേജ്ഡ് ആവാൻ മാഷ് നോക്കും. ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയിരുന്ന സമയങ്ങളിൽ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? കുമ്പളങ്ങിയെക്കുറിച്ച് 18ഓളം പുസ്തകങ്ങൾ. തോമസ് മാഷിനെ പോലെ തിരക്കുള്ള ഒരാൾ 18ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. ഞാൻ വിവിധ രംഗത്തിലാണ്. ആദ്യം ഞാൻ എഴുതുന്ന അമ്മയും മകനും. ഞാൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്, പ്രത്യേകിച്ച് വേളാങ്കണ്ണി മാതാവിൻ്റെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതി. C. ജോസഫ് അച്ഛനാണ് അവതാരിക. ഇന്നും ഏറ്റവും നല്ല പുസ്തകമായിട്ട് ഞാൻ ഒരു അമ്മയുടെ വികാരം. എൻ്റെ ജീവിതത്തിൽ ഞാനിതാക്കിയത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി പരിയൊക്കെ ഒന്നുള്ള ആളായത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ അയക്കണമെന്നായിരുന്നു ആദ്യത്തെ അപ്പൻ്റെ തീരുമാനം. എനിക്ക് കൊപ്പാ കച്ചവടമൊക്കെ ഉള്ള സമയം. അപ്പോൾ ഇവനോട് കാക്കൈ നോക്കിയിരിക്കട്ടെ, അനിയൻ പീറ്ററൊക്കെ പോയി പഠിച്ചോട്ടെ എന്നായിരുന്നു. അമ്മ പറഞ്ഞു അത് പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പോയി സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ മൂത്തോട്ട് പള്ളി അമ്മയോട് അന്ന് വ്യാകര മാതാവിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും തന്നെ വേളാങ്കണ്ണിക്ക് പോകുന്നതല്ലേ? ഞാൻ 3 പ്രാവശ്യം വരെ പോകാനിപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതായത് 3 പ്രാവശ്യമൊക്കെ പോകാൻ എൻ്റെ വിശ്വാസം അന്നും ഇന്നും മാതാവിൻ്റെ ഒരു സംരക്ഷണം എനിക്കുണ്ട് എന്നുള്ളതാണ് ജീവിതം. എൻ്റെതായ കഴിവല്ല, അപ്പുറത്തൊരു ഡിവൈൻ ഹെൽപ്പ് എപ്പോഴും ഉണ്ടായത്. അതെനിക്ക് തേവര കോളേജിൽ നിന്ന് കിട്ടിയ അച്ഛന്മാരുടെ നല്ല പരിശീലനങ്ങൾ ആ കാര്യത്തിലൊക്കെ. അങ്ങനെ ഒരു വലിയ വിശ്വാസം എനിക്ക് ആ കാര്യത്തിൽ ഉണ്ടായി, ഈശ്വര വിശ്വാസം ആ കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വെല്ലുവിളി വരുമ്പോൾ ഇപ്പോഴും എനിക്കത് ഒരു സന്തോഷം. ഇപ്പോൾ എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഞാൻ നോക്കാറുണ്ട്, രാത്രി കിടക്കുന്നതിന് കുരിശ് വരക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുരിശ് വരക്കും.
യാത്ര ചെയ്യുന്നതിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകും. ഞാനത് ചെയ്യുന്നതാണ്, എൻ്റെ വൈഫും ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം അതാണ്. എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഒരു ഈശ്വര വിശ്വാസമായ ഒരു ക്രൈസ്തവനാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നല്ലൊരു ക്രൈസ്തവനാണെന്ന് ഞാൻ പറയുന്നത് സന്തോഷമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ താല്പര്യമുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഒരു വിശ്വാസം, ഇപ്പോൾ എൻ്റെ ഭാര്യ പെട്ടെന്നാണ് പോകുന്നത്, അത് ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റാൻ പക്ഷേ പിന്നെ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകാൻ സമ്മതിക്കണം. എൻ്റെ ജീവിതം സംതൃപ്തമായ ജീവിതമാണ്. എൻ്റെ 3 മക്കളും നല്ല നിലയിലാണ്, കൊച്ചുമക്കൾ നല്ല നിലയിലാണ്. അത് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണണം. ഇതിനകത്തിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു പൊതുരംഗത്തൊക്കെ ആണെങ്കിലും മാഷിന് കിട്ടിയ ഒരു അനുഭവം, അതൊരു ഭാഗ്യവും എല്ലാം കൂടി ചേർന്നിട്ട്, പക്ഷെ അത് അവിടെ മാത്രം ഒതുക്കി നിർത്താതെ ഇപ്പോൾ കെ വി തോമസ് വിദ്യാധനൻ ട്രസ്റ്റിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ നിർധനരായ കുട്ടികൾക്ക് കൊടുക്കുന്ന 5 കോടി രൂപയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനം ഭക്ഷണമാണ്, ഉച്ചഭക്ഷണം. ഒരു കുട്ടിക്ക് ഒരു ദിവസം 15 രൂപയുടെ ഭക്ഷണം, അതിൽ 9 രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ബാക്കി ഞങ്ങൾ കൊടുക്കുക. പിന്നെ അതുപോലെ പിന്നെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, സ്കോളർഷിപ്പുകൾ, പിന്നെ അസുഖം കിടക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ആളുകൾക്ക് സഹായം കൊടുക്കുക. അങ്ങനെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് പോകാൻ കാരണം ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ജനങ്ങൾക്ക് ഞങ്ങളൊരു വിശ്വാസമുണ്ട്. ആളുകൾ പൈസ തന്നിട്ട് വേണമല്ലോ നമുക്കിത് കൊടുക്കാനായിട്ട്. സഹായിക്കാൻ ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് രാമനാഥൻ്റെ സാക്സോഫോണിസ്റ്റ് വളരെ മനോഹരമായിരുന്നു. നാളെ പിന്നെ നമ്മൾ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടത്തും. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ കിട്ടിയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പിന്നെയും സമൂഹത്തിന് തിരിച്ചു കൊടുക്കത്തക്ക വിധത്തിലുള്ള ആ ചിന്തയൊക്കെ ഒരു വളരെ പോസിറ്റീവായ ഒരു ചിന്തയുടെ ഭാഗമാണത്. ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന ഒരാൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള നിലയ്ക്ക്. ഇപ്പം ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നാളെ മത്സരിക്കാൻ പണ്ട് പറയും മാഷ് അസംബ്ലി മത്സരിക്കാൻ വേണ്ടിയാണ്, പാർലമെൻറ്റിൽ മത്സരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഇത് മത്സരിക്കാനൊന്നും ഇല്ലല്ലോ. എങ്കിൽ പോലും എനിക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ അതായത് തേവരയോട് എനിക്ക് ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. ഇവിടുന്ന് കിട്ടിയ ശിക്ഷണമാണ് 4 മണിക്ക് എഴുന്നേക്കും. 9 മണിക്ക് കിടക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. പക്ഷെ അതിനുള്ളിൽ എല്ലാ സമയവും എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് വളരെ സംഭവബഹുലവും പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു വിജ്ഞാന ഭണ്ഡാരമാണ് തോമസ് മാഷ്. എല്ലാ തലത്തിലും ഒരു സെൽഫ് മെയ്ഡായിട്ട് എവിടം വരെ എത്താൻ പറ്റുമോ, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാനും അതിന് പുതിയ അതൊരു അവസരങ്ങളാക്കി എടുക്കാനുമൊക്കെ മാഷ് ജീവിതത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും കോളേജുമായിട്ടുള്ള ബന്ധം, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കോൺക്ലേവ് നടത്തുമ്പോൾ അതിനും നൊബേൽ ലോറേറ്റിനെ അടക്കം കൊണ്ടുവരാനും അത് വലിയ അന്താരാഷ്ട്ര നിലയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഇപ്പോഴും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തോമസ് മാസ്റ്ററുടെ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഏകദേശം എറണാകുളം ജില്ലയിൽ 52,000-ഓളം കുട്ടികളാണ് അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് പോകുന്നത്. അതുപോലെ പുസ്തകങ്ങൾ, ഇങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സമഗ്രമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയെ തേവര കോളേജിന് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞതിൽ തേവര കോളേജിന് അഭിമാനിക്കാം. മാത്രമല്ല തേവര കോളേജിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ തോമസ് മാഷിന് അഭിമാനിക്കാവുന്ന കോളേജിൻ്റെ വിദ്യാർത്ഥിയാണെന്നാണോ ഞാൻ ആദ്യം പറയുന്നത്. അതെ അതെ, പ്രോഡക്റ്റ് ഓഫ് സെക്കൻഡറി കോളേജ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞൊരു 50 വർഷത്തിലേറെയുള്ള, 50 അല്ല സോറി അത്രയില്ല, 45 വർഷത്തിലേറെ അടുപ്പം മാഷുമായിട്ടുണ്ട്. 72 മുതലുള്ളൊരു അടുപ്പമാണ്. ഞാനും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും മാഷിൻ്റെ കൂടെയാണ് താമസിക്കാറും. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ അധ്യാപകനായിരുന്നു എന്ന് പറയും. നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള കെമിസ്ട്രി എങ്കിൽ പോലും അത് പറയുമ്പോൾ മാഷ് തേവര കോളേജിലെ ഒരു പ്രോഡക്റ്റാണെന്ന് പറയുന്ന പോലെ തന്നെയുള്ള അഭിമാനം. ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ കയറ്റിയിറക്കങ്ങളുടെ ഇടയിലും നമ്മുടെ തേവര കോളേജ് വിദ്യാർത്ഥികൾ മുഴുവൻ ആത്മബന്ധമാണ്. ഇപ്പം ഞാൻ ആദ്യം 84 പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ എന്നെ വിളിച്ചത് എന്നൊരു കല്യാണി എന്നൊരു പെൺകുട്ടി, ആദ്യ ബാച്ചിൽ വന്ന കല്യാണിയുടെ സാറേ. അപ്പം ഞാൻ ചോദിച്ചത് അപ്പോൾ കല്യാണി അവിടെ നിൽക്കണേ. നമ്മൾ നീ എന്താ ഇവിടെ? ഞാനിവിടെ സ്റ്റാഫിലുണ്ടല്ലോ. തേവര കോളേജിൽ എത്ര പേരാണ്. ആൻ്റണി ഉണ്ട്, ആൻ്റണി ഡയറക്ടറാണ് ഇവിടെ. ഇത്രയും ഹയസ്റ്റ് ലെവലിൽ വന്ന എം ജേക്കബ് സാർ ചെറിയ ഒരു ഇതല്ലല്ലോ. അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് പല എപ്പിസോഡുകളിലേക്ക് പോകാവുന്ന അത്രയും കഥകളുണ്ട്. തൽക്കാലം നമ്മൾ ഈ പറയുന്ന ഹാർട്ടി ആൻഡ് ടോക്കിൻ്റെ ഈ എപ്പിസോഡ്, തോമസ് മാഷുമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കഥകൾ നമുക്ക് മറ്റ് സമയങ്ങളിൽ കേൾക്കാം. താങ്ക് യു മാഷേ. താങ്ക് യു സോ മച്ച്.